കർത്താവിന്റെ അതിപരിശുദ്ധമായ ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. നിങ്ങളിൽ ഒരു ആൾക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ, അതിൽ ഒന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടിട്ട് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് വായിച്ചത്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശുക്രിസ്തു 3 ഉപമകളെ കുറിച്ചാണ് പറയുന്നത്. ആ 3 ഉപമകളെ കുറിച്ച് നമ്മൾക്കൂടെ സംസാരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ആദ്യം ദൈവം പറഞ്ഞത് കാണാതെ പോയ ആട് എന്നുള്ള ഒരു ഉപമയെ കുറിച്ചാണ്. അല്ലേ, ഒരാൾക്ക് 100 ആട്, അതിലൊന്ന് കാണാതെ പോയാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് കാണാതെ പോയതിനെ അന്വേഷിച്ച് എന്ന് കണ്ടെത്തുന്ന ആ ഒരു വലിയ കാര്യം. പ്രൈസ്. ഇത് നമ്മൾ ഒരുപാട് കേൾക്കുന്ന വചനങ്ങളാണ്. പ്രൈസ്. എന്തുകൊണ്ടാണ് യേശു ഇത് പറയാൻ കാരണം? അതിന് നമ്മൾ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ അമ്മയെ കൈക്കൊണ്ട് അല്ലേ അവരോടുകൂടി അമ്മയെ ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞു പിറുകൊടുത്തു. അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. ഇപ്പൊ യേശു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് പരീശന്മാരും ശാസ്ത്രന്മാരും കണ്ടപ്പോഴാണ്, അല്ലേരി അവർ അത് കണ്ട് പിറുവിറുത്തപ്പോഴാണ് യേശു ഈ ഉപമ അവരോട് പറയാൻ കാരണമായത്. അല്ലേരിയ. അപ്പൊ യഹൂദന് ഒരിക്കലും ഇഷ്ടമില്ലാത്ത ഒരു കൂട്ടം ആളുകളാണ് ചുങ്കക്കാരും പാപികളും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവ് അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് ഈ പരീശന്മാർക്കും അല്ലേരിയ ഈ ശാസ്ത്രിമാർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അല്ലേരിയ. ഇപ്പൊ യേശു ക്രിസ്തു അവരെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ചുങ്കക്കാരും പാപികളുമായിരിക്കുന്ന ഈ ജനം അവർ കാണാതെ പോയതാണ്. അവരെ കണ്ടെത്തി അവർക്ക് നിത്യജീവൻ നൽകി ദൈവരാജ്യത്തിന്റെ അവകാശത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവമക്കളോടൊപ്പം നിങ്ങൾക്കുള്ള അതേ സ്ഥാനവും പങ്കും ഇവർക്കും അവകാശപ്പെട്ടതാണെന്ന് വരുത്തി തീർക്കുവാൻ, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി യേശു ഈ ഉപമ പറയുക. ഈ ഉപമയെക്കുറിച്ച് വ്യത്യസ്ത പഠനങ്ങളാണ് ഉള്ളത്. ഞാൻ ചില പുസ്തകത്തിൽ വായിച്ചപ്പോൾ പലതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ലേവിയ എന്തുമാകട്ടെ, കാണാതെ പോയ ഒരാട്, അല്ലേരിയ കാണാതെ പോയ ആട് എന്ന് പറയുമ്പോൾ അതിനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒരു നല്ല ഇടയൻ. പ്രൈസർ. ഇപ്പൊ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 3 നഷ്ടങ്ങളെ കുറിച്ച്, അവ എപ്രകാരം കണ്ടുപിടിച്ചു എന്നുള്ളതിനെ കുറിച്ച് നാം കാണുന്നു. അല്ലെങ്കിൽ ഇടയന് തന്റെ 100 ആടുകളിൽ 1 നഷ്ടമായപ്പോൾ സ്നേഹവാനായ തന്റെ പിതാവിന് 2 പുത്രൻ നഷ്ടപ്പെടുന്നു, ഒരാൾക്ക് ദ്രഹ്മ നഷ്ടപ്പെടുന്നു. അപ്പൊ ഒന്നാമതായി കാണാതെ പോയ ആട്, അല്ലേരിയ ആട് യാതൊരു വിധത്തിലും സംരക്ഷണമില്ലാത്ത ഒരു പ്രാണിയാണ്. ഒത്തിരി കേട്ടിട്ടുള്ള ആട് യാതൊരു വിധത്തിലും സംരക്ഷണമില്ലാത്ത ഒരു പ്രാണിയാണ്. അതിന് എത്രയെത്ര ശത്രുക്കളാണ്. സിംഹം, പുലി, കരടി, ചെന്നായ്ക്കൾ എല്ലാം ആടിന്റെ ശത്രുക്കളാണ്. അല്ലേരിയ. ആടിനുള്ള മന്ദബുദ്ധിയല്ല, ആടുള്ള ചില സമയത്ത് മന്ദബുദ്ധിയെ പോരാ. അത് ഇടയനെ വിട്ട് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച, അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്ന് പറഞ്ഞതുപോലെ അതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ആട് വളർത്തിയിട്ടുള്ളവർക്കും വളർത്തുന്നവർക്കും അതിനെക്കുറിച്ച് നല്ല അറിവുണ്ട്. പ്രൈസറോ. അപ്പൊ തനിക്ക് ഉണ്ടാകുവാൻ പോകുന്ന ആപത്തുകളെ കുറിച്ച് അത് ഒട്ടും തന്നെ തിരിച്ചറിയില്ല ഇയാള്. മുമ്പിൽ എന്തെല്ലാം അപകടമുണ്ട്, മുമ്പിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്നൊന്നും മനസ്സിലാക്കാതെ, ഇടയൻ വിളിച്ചാൽ പോലും അടുക്കാതെ അതിങ്ങനെ പച്ചല തപ്പി പച്ചപ്പ് കണ്ട് ഓടി നടക്കുന്ന ഒരു അനുഭവം. അല്ലേരിയ. ദൂരക്കാഴ്ച അതിനില്ല, ആടുകൾക്ക് ദൂരക്കാഴ്ചയില്ല. അതിനാൽ ഒരു വഴിയിലൂടെ പോകുന്ന ആടിന് തിരിച്ച് ആ വഴിയിൽ കൂടി വരുവാനും അറിയില്ല. അങ്ങനെ ആടുകൾക്ക് ചില
പ്രത്യേകതയുണ്ട്. പ്രൈസലോ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മൾ ഈ ദൈവത്തിനൊക്കെ വായിക്കുമ്പോൾ യഹൂദന്മാർ മനുഷ്യവർഗത്തെ 100 ആടായി കണക്കാക്കിയിരുന്നു. അതിൽ 99 യഹൂദനും 1 പുറം ജാതിയുമാണ്. യഹൂദൻ ആടുകളെ ഹല്ലേലൂയ സ്തോത്രം 100 ആടായി യഹൂദന്മാർ മനുഷ്യവർഗത്തെ 100 ആടുകളെ ചിത്രീകരിച്ച് അത് 99 യഹൂദന് 1 ജാതികൾ. ആ ജാതികളെയാണ് ഇവിടെ കാണാതെ പോയ ആട് എന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഇടയൻ ദൈവവുമായി ഹല്ലേലൂയ ആമേൻ സ്തോത്രം അവർ പഠിച്ചു. ഇടയൻ ദൈവമായി അവർ പഠിപ്പിച്ചിരുന്നു. പ്രൈസ്. 1 നഷ്ടമായി എന്ന് പറഞ്ഞാൽ അത് പുറംജാതിയായി ഹല്ലേലൂയ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ആടിനെ വേണ്ടി 99 മരുഭൂമിയിൽ വിട്ടിട്ട് കാണാതെ പോയ ആടിനെ അന്വേഷിച്ച് കണ്ടെത്തി തോളിലേറ്റി കൊണ്ടുവന്ന എല്ലാ ആടുകളോടൊപ്പം സന്തോഷിക്കുന്ന ഹല്ലേലൂയ ഒരു നല്ല ഇടയൻ. അങ്ങനത്തെ ഒരു ഇടയനെയാണ് ദൈവം നമുക്ക് തന്നത്. അപ്പൊ നമ്മളെല്ലാം കാണാതെ പോയതായിരുന്നു. ദൈവസ്ഥ കാണാതെ പോയ നഷ്ടപ്പെട്ടു പോയ ആടുകളാണ്. പുറംജാതികൾ എന്ന നിലയിൽ നമ്മളെ തള്ളിക്കളഞ്ഞതാണ്. യഹൂദനുമായി യാതൊരു ബന്ധവുമില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ല, ജെറുസലേമിൽ ഒരു കന്യാസ്ത്രീയെ ഒരു യഹൂദൻ ഹല്ലേലൂയ റോഡിൽ തള്ളിയിട്ട് ചവിട്ടുന്നത്. കാരണം യഹൂദന് അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീ ഒരു ക്രൈസ്തവ വിശ്വാസി ഒരു ഇഷ്ടമില്ല. കാരണം യഹൂദന്മാർക്ക് ഇന്നും ഹല്ലേലൂയ ആമേ മറ്റുള്ളവരുടെ വെറുപ്പാണ്. അതിന്റെ ഒരു പ്രകടനം അവരെ കാണിച്ചത്. എന്ന് പറഞ്ഞ പോലെ പുറംജാതിയിൽപ്പെട്ട സകലരെയും യഹൂദന്മാർക്ക് ഇന്നും വെറുപ്പാണ്. പ്രൈസ്. അങ്ങനെ വെറുക്കപ്പെട്ട് കിടന്ന ഒരു സമൂഹത്തെ സ്നേഹിക്കുവാൻ, വെറുക്കപ്പെട്ട് കിടന്ന ഒരു സമൂഹത്തെ സ്നേഹിച്ച് ദൈവരാജ്യത്തിന്റെ അവകാശത്തിലേക്ക് കൊണ്ടും നിങ്ങളും ദൈവരാജ്യത്തിന്റെ അവകാശിയാണ്. എന്റെ സൃഷ്ടിയുടെ എല്ലാ അനുഭവവും നിങ്ങൾക്കും ഉള്ളതാണ്. മറ്റുള്ളവർ അനുഭവിക്കുന്ന എല്ലാ നന്മകളും നിങ്ങൾക്കും ഉണ്ട്. സ്വർഗത്തിൽ എന്തെല്ലാം ഉണ്ടോ, ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിങ്ങൾക്കുള്ളതാണ്. കടലിൽ ഞാൻ എന്തെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ടോ, കരയിൽ എന്തെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്കൂടെ ഉള്ളതാണെന്ന് ഈ യഹൂദനെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് യേശു ഈ ഉപമ നമുക്ക് തരിക. പ്രൈസ്. എന്നെ കേൾക്കുന്ന സ്നേഹിത, കർത്താവിന് മുഖപക്ഷമില്ല. ഈ ഭൂമിയിൽ മാത്രം മനുഷ്യനാണ് മുഖപക്ഷം കാണിച്ചും പക്ഷം കാണിച്ചും ജാതി പറഞ്ഞും ആക്ഷേപിച്ചും മാറ്റി നിർത്തുകയൊക്കെ ചെയ്യുന്ന മനുഷ്യനാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ പരശുശ്രൂഷയുടെ 3.5 വർഷം യേശു ആരെ ഒഴിവാക്കി നിർത്തിയില്ല. തന്റെ അരിക്കൽ വന്ന ചുങ്കക്കാരി പാപികളെ എല്ലാം ചേർത്ത് പിടിച്ച് യേശു അവർക്ക് ജീവന്റെ വചനം പറഞ്ഞു കൊടുത്തു. എന്തിനേറെ പറയുന്നു, യോഹന്നാൻ സുവിശേഷം വലിയൊരു 8-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ വ്യഭിചാര കുറ്റത്തിൽ പിടിച്ച ഒരു സ്ത്രീയെ പരീശന്മാർ ബുധന്മാർ യേശുവിന്റെ അരികിൽ കൊണ്ടുവന്നു. അവരുടെ ന്യായവാദം, അവരുടെ പ്രമാണം മോശയുടെ പ്രമാണമാണ്. മോശയുടെ പ്രമാണപ്രകാരം ഈ വ്യഭിചാര കുറ്റത്തിൽ പിടിച്ച സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ളത് നിലവിൽ നിൽക്കുകയാണ്. അങ്ങനെ ഈ നിയമം നിലവിലിരിക്കുകയാണ്. യേശുവിന്റെ അരികിലേക്ക് ഇവിടെ കൊണ്ടുവരുന്നത് അത് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അവർ യേശുവിന്റെ ചോദിക്കുന്ന ഗുരു, ഇവൾ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടവളാണ്. മോശയുടെ ന്യായപ്രമാണം ഞങ്ങൾക്കുണ്ട്. ആ ന്യായപ്രമാണ പ്രകാരം ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. നീ എന്ത് പറയുന്നു? പ്രൈസലോ. നമ്മുടെ യേശു ഇതെല്ലാം കേട്ടിട്ട് നിലത്ത് കുനിഞ്ഞിരുന്ന് വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു. അവരെല്ലാം സംസാരിച്ചു തീർന്നപ്പോൾ വന്നിരിക്കുന്ന അപാലവൃത്ത ജനങ്ങളുടെ എല്ലാവരുടെ കൈ കല്ല. യേശു ഒരു വാക്ക് പറഞ്ഞ് ഇവന്മാർ എറി ഇവിടെ. യേശു ഇവരുടെ വാക്കുകളെല്ലാം തല നിവർത്തിയിട്ട് നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവിടെ കല്ലെറിയട്ടെ എന്ന് യേശു എന്ന് പറഞ്ഞു. ചെറിയൊരു വാക്കല്ലേ. അവർ വലിയവരും ചെറിയവരുമായിട്ട് എല്ലാവരും കൊണ്ടുവന്ന കല്ലിട്ടിട്ട് എന്ത് ചെയ്തു? കടക്കാൻ വഴി കടന്നു. അതിൽ എന്താണ് മനസ്സിലാക്കുന്നത്? വന്നു നിന്ന പരീശന്മാരും ശാസ്ത്രന്മാരും എല്ലാ യഹൂദനും ഈ വ്യഭിചാര കുറ്റത്തിൽ പിടിച്ച സ്ത്രീയേക്കാൾ കൊടും പാപിയാണെന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ടല്ലേ അവളെ കല്ലെറിയാതെ പോയെ. യേശു അവളോട് പറഞ്ഞത് ഇനി നീ പാപം ചെയ്യരുതെന്നാണ്. പ്രൈസ്. അപ്പം തന്റെ അരിക്കൽ കടന്നു വന്ന സകലരെയും സ്നേഹിച്ച് നിത്യജീവനെ കൊടുത്തവനാണ് യേശു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, സകല ജനത്തിന് നിത്യജീവൻ കൊടുക്കുന്ന യേശുവാണ്.
നിത്യജീവൻ തരുവാൻ ഇവിടുത്തെ മതങ്ങൾക്കോ രാഷ്ട്രങ്ങൾക്കോ മത നേതാക്കന്മാർക്കോ മതത്തിന്റെ പ്രമാണങ്ങൾക്കോ നിത്യജീവൻ കൊടുക്കാൻ കഴിയില്ല. പ്രൈസലോ. ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിനായിരുന്നാലും ഇസ്ലാമി വിഭാഗത്തിനായിരുന്നാലും ഹൈന്ദവ വിഭാഗത്തിനോ ബുദ്ധമതത്തിനോ ജൈനമതത്തിനോ ഇനി മറ്റുള്ള ഏത് മതങ്ങൾക്കോ മതത്തിന്റെ പ്രമാണങ്ങൾക്കോ നിത്യജീവൻ കൊടുക്കാൻ കഴിയില്ല. അവർ മതത്തെക്കുറിച്ചും പ്രമാണങ്ങളെക്കുറിച്ചും പഠിപ്പിക്കാം. പക്ഷെ നിത്യജീവൻ കൊടുക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു. നിത്യജീവന്റെ വചനം എന്ന് പറയുന്നത് സത്യവേദ പുസ്തകം. പ്രൈസലോ. അതുകൊണ്ട് ഈ വചനം എന്ത് ചെയ്യുന്നു? ജീവനും ആത്മാവുമാണ്. ജീവനും ആത്മാവുമായിരിക്കുന്ന വചനം നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തേക്ക് വചനം ആഴ്ന്നിറങ്ങുമ്പോൾ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് കുമിഞ്ഞുകൂടി കിടക്കുന്ന പാപത്തിന്റെ മലിനതകൾ കറകളെ നീക്കി ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിനൊരുക്കത്ത് ശുദ്ധീകരണം നടക്കും. ആ ഹൃദയ ശുദ്ധീകരണത്തിലൂടെ നാം കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ ആമേൻ നമുക്ക് നിത്യജീവൻ, നാം നിത്യജീവന്റെ അനുഭവത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ കാണാതെ പോയ ഒരാടിന്റെ സ്ഥാനത്ത് ഞാനും നിങ്ങളും എത്തപ്പെടുകയാണ്. ആ കാണാതെ പോയ ആടിനെ കണ്ടെത്തിയതുപോലെ ഞാനും നിങ്ങളും നിത്യജീവൻ പ്രാപിച്ച് നമ്മൾ ദൈവരാജ്യത്തിന്റെ മക്കളായി മാറുന്നു. പ്രൈസലോ. ഓർത്ത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന പദവി എത്ര വലുതാണ്. ദൈവം നമ്മെ സ്നേഹിച്ചത് എത്ര വിധത്തിലാണ്. മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പാപപ്രവൃത്തിയും മനുഷ്യന്റെ സ്വയത്വവും സ്വാർത്ഥതയും അവന്റെ രീതിയും പ്രകടവും അവന്റെ ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യൻ എന്തൊക്കെയാണെന്നാ. ഹല്ലേലൂയ. ചില ആളുകളുമായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ, ചില ആളുകളുമായി ഇടപെടുമ്പോൾ അവരൊക്കെ എന്തോ വലിയ പുള്ളികളാണെന്ന് നടിക്കുന്ന അനവധി ആളുകളെ ഈ ലോകത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പ്രൈസലോ. അതിന്റെ നടുവിൽ നമ്മൾ ചിന്തിക്കണം, കാണാതെ പോയി ആടിലൊന്നാ നീയെ. ഹല്ലേലൂയ. നിനക്ക് ശ്രേഷ്ഠതയൊന്നും പറയാനില്ല, നിനക്ക് പുകഴ്ചയൊന്നും പറയാനില്ല. ഇന്ന് നീ ഹല്ലേലൂയ നഷ്ടപ്പെട്ടവനാണ്, നഷ്ടപ്പെട്ടവളാണ്. നിനക്ക് നിന്റെ നഷ്ടം നികത്തണമെങ്കിൽ, നഷ്ടപ്പെട്ടു പോയ ദൈവരാജ്യം, നഷ്ടപ്പെട്ടു പോയ നിന്റെ നിത്യജീവൻ, പാപത്തിൽ വീണ്ടെടുക്കുന്ന നിന്റെ ജീവിത സാഹചര്യങ്ങളെ അതിനെ നിനക്ക് ജയിപ്പാൻ കഴിയണമെങ്കിൽ നിത്യജീവനെ നൽകുന്ന കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നീ മടങ്ങി വരണം. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുള്ളൂ. പ്രൈസലോ. ഇതാണ് ഈ വചനം വിളിച്ചു പറയുന്നത്. ഇതാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. അതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ദൈവരാജ്യത്തിൽ കാണാതെ പോയ പുറംജാതിയിൽ പെട്ടവനായിരുന്നത് എന്നെ തേടി വന്ന് തോളിലേറ്റി കൊണ്ടുവന്ന് എനിക്ക് നിത്യജീവൻ തന്ന ദൈവരാജ്യത്തിന്റെ അവകാശങ്ങളെല്ലാം നിനക്കും ഉണ്ടെന്ന് എന്നോട് കർത്താവ് സംസാരിച്ചു, എന്നോട് കർത്താവ് ഇടപെട്ടു. അതാണ് എൻ്റെ ജീവിതം എന്നൊക്കെ പറയുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഒന്നും നഷ്ടമായി എന്ന് പറഞ്ഞ് അത് പുറംജാതി. ഹല്ലേലൂയ. അതാണ് യഹൂദന്മാരത് നന്നായി എന്ന് ചിന്തിച്ചു. ഒന്ന് നഷ്ടപ്പെട്ടത് നന്നായി, അവനങ്ങ് പോയല്ലോ. എന്നാൽ യേശു അങ്ങനെ ചിന്തിച്ച നഷ്ടപ്പെട്ടതിനെ തേടി പോകുന്നവനാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ രക്ഷിക്കുന്ന ദൈവത്തെയല്ല, പുറംജാതിയെ ശിക്ഷിക്കുന്ന ദൈവത്തെയാണ് അവർക്കിഷ്ടം. ആർക്ക്? യഹൂദന്മാർക്ക് രക്ഷിക്കുന്ന ദൈവത്തെ ഇഷ്ടമില്ല. നഷ്ടപ്പെട്ടു പോയതിനെ രക്ഷിക്കുന്ന ദൈവത്തെ യഹൂദന്മാർ ഇഷ്ടപ്പെടാതെ ഹല്ലേലൂയ നമ്മെ പുറംജാതിയെ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് ഹല്ലേലൂയ ഇന്നും യഹൂദന് ഇഷ്ടം. അങ്ങനെയല്ലേ? പ്രൈസ്. അങ്ങനെ തന്നെയാണ്. അത് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. എന്നാൽ നമ്മുടെ കർത്താവ് സകലരെയും രക്ഷിച്ച് ഹല്ലേലൂയ അവനെ ദൈവിക സന്തോഷത്തിലേക്ക് കൊണ്ടുവന്ന് അബ്ബാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ നമ്മൾ ഉള്ളത്തിൽ പകർന്ന് നമ്മെ സ്വന്തം മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല പിതാവ്, ഒരു നല്ല ഇടയനാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ ദൈവം പറയുമ്പോഴാണ് ദൈവം പാപികളോട് മനസ്സറിഞ്ഞതിൽ യോന പ്രവാചകൻ ഹല്ലേലൂയ കോപിച്ച് നമുക്കറിയാം. ഹല്ലേലൂയ. ദൈവം പാപികളോട് മനസ്സറിഞ്ഞു. നിനവിയിലെ 1,20,000 ചില്ലുവാനും അധികം ജനം പാപത്തിൽ വീണ് പാപത്തിൽ അവർ നശിക്കാൻ പോവുകയാണ്. അവരുടെ പാപ സ്വർഗത്തോളം എത്തിക്കഴിഞ്ഞപ്പോൾ ദൈവം തെരഞ്ഞെടുത്ത അതിശക്തനായിരിക്കുന്ന പ്രവാചകനാണ് യോന. ദൈവം യോനയോട് ഇടപെട്ട്, യോനയെ നീ നിനവയിലേക്ക് ചെന്ന് എന്റെ വചനം പ്രസംഗിക്കണം.
അവിടുത്തെ ജനം മഹാന്യായവിധിയിലാണ്. ആ ജനത്തിന് നിത്യജീവന്റെ സന്ദേശം നൽകിക്കൊടുക്കണമെന്ന് യോനയോട് പറഞ്ഞപ്പോൾ യോന നിനവയിലേക്ക് പോകുന്ന തർശീശിലേക്കുള്ള കപ്പൽ കണ്ട് അതിൽ യാത്ര ചെയ്തു. അത് മുഖാന്തരം യോനയുടെ ജീവിതത്തിൽ വന്ന പരാജയങ്ങൾ, നിനവിയിലെ ജനത്തെക്കുറിച്ച്, നഷ്ടപ്പെട്ടു പോയ ജനത്തെക്കുറിച്ച്, ന്യായവിധിയിൽ അകപ്പെട്ട് കിടക്കുന്ന ജനത്തെക്കുറിച്ച് യാതൊരു കരുണയില്ലാതെ ദൈവിക വാക്കുകൾക്ക് മുമ്പിൽ കോപിഷ്ഠനായി മാറിയ യോന. ഇന്നും പലരും അങ്ങനെ കേട്ടോ. ഹല്ലേലൂയ. പല ആളുകളും അങ്ങനെ. ഹല്ലേലൂയ. നവസ്തോത്രം. നഷ്ടപ്പെട്ടു പോയ ഹല്ലേലൂയ ജനത്തെക്കുറിച്ച് മനസ്സലിവില്ലാത്തവരാ. പ്രൈസ്. എനിക്ക് എന്റെ കാര്യം ഞാനാണ് എനിക്ക് എന്റെ കാര്യം ഞാൻ മാത്രം എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഞാൻ മാത്രം വിശുദ്ധൻ, ഞാൻ മാത്രം ഭക്തൻ, ഞാൻ മാത്രം അതിഭക്തൻ, അതിവിശുദ്ധൻ എന്നുള്ള യോനയുടെ ചിന്താഗതി നിന്റെ ഹൃദയത്തിൽ നീക്കിക്കളയണം. പ്രൈസ്. നീ യോനയെ പോലെ ആകരുത്. യോനയുടെ മനസ്സാകരുത്, യോനയുടെ ഹൃദയമാകരുത്. ഹല്ലേലൂയ. നിനവിയിലെ ജനത്തെക്കുറിച്ച് നമ്മുടെ ഇടയനുണ്ടായിരുന്ന എന്ന് പറഞ്ഞ കർത്താവിനുണ്ടായിരുന്ന ആത്മഭാരം, ദൈവത്തോട് അനുസരണക്കേടിച്ച് കാണിച്ച യോനയെ ദൈവത്തിന്റെ വിധി നിർണയപ്രകാരം തർശീശിലേക്കുള്ള കപ്പൽ ഉരയത്തക്ക നിലയിൽ കടലിൽ കാറ്റും കൂളും അയച്ച് അതെങ്ങനെ സംഭവിച്ചു എന്ന് കപ്പലിലുള്ള തിരിച്ചറിഞ്ഞ് പലർക്കും ചീട്ടിട്ടപ്പോൾ യോനയ്ക്ക് ചീട്ട് വീണു. യോനയോട് വിവരം അന്വേഷിച്ചപ്പോൾ യോന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവനെ എടുത്ത് സമുദ്രത്തിന്റെ ആഴങ്ങൾ എറിഞ്ഞു കളഞ്ഞപ്പോൾ എന്ത് ചെയ്തു? മഹാമത്സ്യത്തെ ദൈവം കൽപ്പിച്ചാക്കി ആ മഹാമത്സ്യം യോനയെ വിഴുങ്ങി 3 ദിവസം മത്സ്യത്തിന്റെ വയറ്റിലിരുന്നു എന്നുള്ളതാണ്. പ്രൈസ്. എന്നിട്ട് നമ്മുടെ ദൈവം യോനയോടും കരുണ കാണിച്ചു. ഈ മഹാമത്സ്യത്തിന്റെ വയറ്റിൽ 3 ദിവസം യോന ഇരുന്ന് കഴിഞ്ഞാൽ ആ 3 ദിവസം കൊണ്ട് മഹാമത്സ്യത്തിന്റെ വയറ്റിൽ ചെന്ന യോന മരിച്ച് അവന്റെ അസ്ഥികൂടം വരെ നഷ്ടമാകും. ഒരു എല്ലും ദൂരം മാത്രമായി, എല്ലുകൾക്ക് കഷ്ണം മാത്രമായിട്ട് ഒരു വിഷയം വിശേഷിച്ചേക്കാം. കാരണം മത്സ്യത്തിന്റെ വയറ്റിലുള്ള ദഹന ഇന്ദ്രിയം അല്ലെങ്കിൽ ദഹിപ്പിക്കുന്ന ആ സാധനം ആ യോനെ നശിപ്പിച്ചത്. എന്നാൽ മഹാമത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുന്ന യോന മിരളി ആ മത്സ്യത്തിന് ഇരയായി തീരാതെ 3-ാം നാൾ കരയ്ക്ക് ഛർദ്ദിപ്പിച്ചതും യഹോവയെ. ആ യോനയോട് വീണ്ടും ദൈവം പറഞ്ഞു, നീ നിലവിൽ ചെന്ന് സുവിശേഷം പ്രസംഗിപ്പാൻ. മനസ്സോടെയാണെങ്കിൽ യോന ചെന്ന് സുവിശേഷം പ്രസംഗിച്ചതിന്റെ ആദ്യ നാളുകളിൽ തന്നെ നിനവിയിലെ സകല ജനങ്ങളും ഉപവാസം പ്രസിദ്ധം ചെയ്ത് ഉപവസിച്ച് അവിടെ കന്നുകാലികളടക്കം ദൈവത്തിന് താഴ്ത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ നിലവിയിലെ ജനം കാണാതെ പോയി പുറംജാതികളായിരിക്കുന്ന നിലവിയിലെ ജനത്തെ ദൈവം സ്നേഹിച്ച് അവരുടെ പാപങ്ങൾ ക്ഷമിച്ചു കൊടുത്ത് ഹല്ലേലൂയ അവർക്ക് നിത്യജീവൻ നൽകിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവം ന്യായവിധിക്കുന്ന നാളിൽ നിലവിലെ 1,20,000 ചില്ലുവാനും ജനങ്ങളും ദൈവരാജ്യത്തിനുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രൈസ്. കാരണം അവർ പാപം ദൈവം ക്ഷമിച്ചു കൊടുത്തു. ഹല്ലേലൂയ. എന്നാൽ പാപികളായിരിക്കുന്ന ജനത്തോട് സുവിശേഷം പറയിപ്പാൻ പറഞ്ഞപ്പോൾ യോനയ്ക്കുണ്ടായ കോപം പോലാണ്. പലരും ദൈവമക്കൾ എന്നുള്ള പദവി ഉണ്ടെങ്കിലും ദൈവമക്കൾ എന്നുള്ള ചിന്താഗതി ഉണ്ടെങ്കിലും ആ വേഷഭൂഷാദികളൊക്കെ ആണെങ്കിലും ചില കാര്യങ്ങൾ അവിടെ അണ്ടിയോടെടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയത്തുള്ളെന്ന് പറഞ്ഞ പോലെ ചില കാര്യങ്ങളോടെടുക്കുമ്പോൾ ചിലരുടെ സ്വഭാവം പുറത്തു വരുന്നത്. പ്രൈസലോ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാൽ കാലം ഇനി അധികമില്ല. 99 യഹൂദനോടല്ല ദൈവത്തിന് സ്നേഹം എന്ന് ഞാൻ ചിന്തിക്കുക. കാണാതെ പോയി ഒന്നിനെ തേടിയെത്തിയ ദൈവം. അതുകൊണ്ട് ദൈവമക്കൾക്ക് എല്ലാ കാലഘട്ടത്തിലും സിംഹവും കരടിയും പുലിയും ചെന്നായ്ക്കളും ശത്രുക്കളുണ്ട്. ആ ശത്രുക്കൾക്ക് മുമ്പാകെ മേശയൊരുക്കി നമ്മെ കാത്തു പരിപാലിക്കുന്ന നല്ലൊരു ഇടയൻ. ആ ഇടയനെ നമ്മൾ അനുഗമിക്കണം കേട്ടോ. സ്തോത്രം. ഇടയനെ അനുഗമിച്ച് നമ്മൾ ആ ഇടയന്റെ പിന്നാലെ യാത്ര ചെയ്യണം. പ്രൈസലോ. ഈ ലോകത്തെയല്ല നമ്മൾ അനുഗമിക്കേണ്ടത്. ലോക നേതാക്കന്മാരെയോ മതങ്ങളെയോ മത നേതാക്കന്മാരെ അല്ല അനുഗമിക്കേണ്ടത്. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നമ്മൾ യേശുവിനെ അനുഗമിക്കണം. നീ ദൈവരാജ്യത്തിൽ നഷ്ടപ്പെട്ടു പോയവളായിരുന്നു. ന്യായവിധിയിൽ നിലവിയിലെ ജനത്തിനുണ്ടായ നാശം പോലെ നീയും നശിച്ചു പോകേണ്ടതായിരുന്നു. എന്നാൽ അവരെ ന്യായവിധിക്ക് വിട്ടുകൊടുക്കാതെ സുവിശേഷം അവരുടെ കാതുകളിലെത്തിച്ച് അവരെ വീണ്ടെടുത്ത ദൈവത്തിന്റെ സ്നേഹമാണ്
നിന്നെ നശിപ്പിച്ചു കളയാതെ ഇരിപ്പാൻ ഈ വചനം നിന്റെ കാതുകൾക്ക് കേൾപ്പിച്ച് നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഈ വചനം ഇരുമ്പെഴി താണികൊണ്ട് എഴുതി മാനസാന്തരത്തിന് യോഗ്യമായി ഫലം കായ്ക്കുവാൻ കഴിയുന്ന നിലയിൽ ദൈവം നിന്നെ വളർത്തിയെടുത്തതാണെന്ന് ചിന്തിക്കണം. അല്ലാതെ നിന്റെ കഴിവൊന്നുമല്ല. അല്ലേരിയ ചില പറയുന്നത് എന്റെ കഴിവാണ്. എനിക്ക് പറയാൻ കഴിയുന്നത് എന്റെ കഴിവുകൊണ്ടൊന്നും അല്ല. എന്റെ കഴിവുകൊണ്ടോ എന്റെ ബുദ്ധി കൊണ്ടോ എന്റെ ജ്ഞാനം കൊണ്ടോ എനിക്കുള്ള യാതൊരു ആരോഗ്യം കൊണ്ടോ ഒന്നും അല്ല ഞാൻ യേശുവിനെ അറിഞ്ഞത്. അവൻ എന്നെ സ്നേഹിച്ചതാ. യേശു എന്നെ സ്നേഹിച്ചതാ. കാണാതെ പോയി ഒന്ന് പുറംജാതികളായി കിടന്ന എന്നെ നിനവിയിലെ ജനത്തിന്റെ പാപം പോലെ എന്റെ പാപവും ദൈവത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വചനം എന്നിലേക്ക് തന്നിട്ട് നഷ്ടപ്പെട്ടു പോയി എന്നെ വീണ്ടെടുത്തത് എന്റെ ഇടയനായ കർത്താവാണ്. പ്രൈസ്. അതുകൊണ്ട് എനിക്ക് യേശുവിനോട് ശ്യാമ ഇത്രമാത്രം സ്നേഹവും ഞാൻ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്. പ്രൈസ്. എന്നെ കേൾക്കുന്ന പ്രസംഗിക്കുന്നത് നമ്മൾ യേശുവിന്റെ അരികിലേക്ക് വരണം. അല്ലേലിയ. അപ്പൊ നമ്മൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആടുകൾക്ക് സംരക്ഷണമില്ലാത്തതുപോലെ ഇന്നും മനുഷ്യൻ തനിക്ക് വിരോധമായിരിക്കുന്ന സാത്താനെ കുറിച്ചോ ലോക ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ലോക ജീവിതത്തെക്കുറിച്ചോ പാതാളത്തെക്കുറിച്ചോ അവർക്ക് യാതൊരു ചിന്തയുമില്ല. ഇന്നത്തെ കാലം ജനമെന്താ? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അവർക്ക് വിരോധമായിരിക്കുന്ന സാത്താനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. ഹല്ലേലൂയ. ലോക ജീവിതത്തിന് ശേഷമുള്ള പാതാളത്തെ കുറിച്ച് ചിന്തിക്കാതെ ഹല്ലേലൂയ കണ്ടത് കാഴ്ച കൊണ്ടതേ കോലം എന്ന് പണ്ടുള്ള പഴമക്കാർ പറഞ്ഞു. പണ്ടുള്ള പറഞ്ഞു കണ്ടതേ കാഴ്ച കൊണ്ടതേ കോലം എന്ന ഹല്ലേലൂയ എന്ന് മരവും മാംസവും ആഗ്രഹിക്കുന്നതൊക്കെയും ചെയ്യുവാൻ മനുഷ്യൻ തിടുക്കത്തോടാണ്. കാരണം ഈ ലോകത്തിൽ ജീവിക്കും മനുഷ്യൻ ജഡത്തിന് പ്രസാദമുള്ള ജഡത്തെ പ്രസാദിപ്പിക്കുന്ന അവൻ അങ്ങനെ ചെയ്തില്ലേ, അവൾ അങ്ങനെ ചെയ്തില്ലേ, അവർക്ക് മാത്രമേ ഇത് ചെയ്യത്തു, നമുക്ക് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ എന്ന് പറഞ്ഞ് വിലക്കപ്പെട്ട പലതും നിന്റെ ജീവിതത്തിൽ നീ ചേർത്ത് പിടിച്ചിരിക്കുക. അല്ലേരിയ. ദൈവം വിലക്കി പലതിനും വിലക്കി പലതും നീ ചെയ്യരുത്, തുടരുത്, ഉപയോഗിക്കരുത്, കാണരുത്, കേൾക്കരുതെന്ന് ദൈവത്തിന്റെ കൽപ്പന നിനക്കുണ്ടായിട്ടും ഇന്നും നീ എന്താണ് ചെയ്തത്? അല്ലേരിയ. ദൈവം അരുത് എന്ന് പറഞ്ഞത് പലതും നീ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. പ്രൈസ്. കാണാതെ പോയി ആടിനെ പോലെ നീ ദൈവരാജ്യം നഷ്ടപ്പെട്ടവളാ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഹല്ലേലൂയ, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറയുന്നത് എന്താണ്? നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. നമ്മളെല്ലാം ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. പ്രൈസ്. ആടുകൾ തെറ്റിപ്പോയതുപോലെ ഞാൻ എന്തെങ്കിലും തെറ്റിപ്പോയി. ലോകത്തിന്റെ സുഖങ്ങൾ, ലോകത്തിന്റെ ഇഷ്ടങ്ങൾ അന്വേഷിച്ച് പലരും ജീവിക്കുക. പക്ഷേ ഈ ലോക ജീവിതം അവസാനിക്കുന്ന ഒരു ദിവസമുണ്ട് സഹോദര സഹോദരി. അതിനപ്പുറത്ത് നമുക്കൊരു നിത്യതയുണ്ട്. ആ നിത്യത നിനക്ക് പാതാളത്തിലോ അതോ സ്വർഗത്തിലോ? സ്വർഗത്തിൽ നിനക്ക് അഭിമാനത്തോടെ പറയണമെങ്കിൽ ഈ ലോകസുഖം നീ ഉപേക്ഷിക്കണം. സ്വർഗത്തിൽ നീ എത്തുമെന്ന് നിനക്ക് പറയാൻ കഴിയണമെങ്കിൽ നീ ദൈവരാജ്യത്തിന് അവകാശപ്പെട്ടതായിരിക്കണം. അല്ലെങ്കിൽ ജാതികളുടെ ആചാരങ്ങളും ജാതികളുടെ ചിന്തകളും അവരുടെ വ്യർത്ഥമായ രീതികളും നീ പഠിക്കാതെ അല്ലേരിയ മാനസാന്തരപ്പെടണം. അല്ലേരിയ. അല്ലാതെ കണ്ടതേ കാഴ്ച കൊണ്ടതേ കോലം എന്ന് മനവും മാംസവും ആഗ്രഹിക്കുന്നതെല്ലാം നീ കൊണ്ടു നടന്നാൽ നിന്നെ പാതാളത്തിലേക്ക് ശത്രു ആനയിച്ചുകൊണ്ടിരിക്കുക. അല്ലേരിയ. അപ്പൊ ഇടയൻ കാണാതെ പോയി ആടിനെ അന്വേഷിച്ച് കണ്ണുനീരോടും ഭാരത്തോടും കൂടെ വരിക. അല്ലേരിയ. ഇടയൻ ഇങ്ങനെ ആടുകളെ അന്വേഷിച്ച് പോകുമ്പോൾ ഇടവും വലവും മുമ്പും എല്ലാം നോക്കും. ഈ കാടുകളും കുറ്റിക്കാടുകളും ഒക്കെ കാണും, ഭരണത്തെല്ലാം ശ്രദ്ധിച്ചു നോക്കും. കണ്ണുനീരോടുകൂടിയേ വരുന്നേ. എനിക്ക് നഷ്ടപ്പെട്ടു പോയ എന്റെ ആടിനെ വേണം, നഷ്ടപ്പെട്ടു പോയ ആടിനെ കണ്ടെത്തണമുള്ള തിടുക്കത്തോടുകൂടി ഇടയൻ ഇങ്ങനെ അന്വേഷിക്കുക. അല്ലേരിയ. ആടുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന തന്റെ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ പോലും കൊടുക്കുവാൻ തനിക്ക് മടിയില്ല.
ആടുകളുടെ ഉത്തരവാദിത്വം ആർക്കാ? ഇടയനാണ്. അതുകൊണ്ട് ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ പോലും കൊടുക്കുവാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു നല്ല ഇടയനെ നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം വേദപുസ്തകം വായിക്കുമ്പോൾ ഹല്ലേലൂയ വേദപുസ്തകം വായിക്കുമ്പോൾ 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു: ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. അപ്പന്റെ ആടുകളുമായി വനാന്തരത്തിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദാവീദിന്റെ കയ്യിലിരിക്കുന്ന ആടിനെ ഹല്ലേലൂയ കരടിയും സിംഹവും വന്ന് അതിനെ ഭക്ഷണമാക്കാൻ ശ്രമിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ആട്ടിൻകുട്ടിയെ കരടി പിടിച്ചപ്പോൾ എന്താണ്? അതിനെ പിടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ച് എന്റെ നേരെ വന്നപ്പോൾ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു എന്നാണ് ദാവീദ് പറയുന്നത്. ഇവിടെ ദാവീദ് പറയുന്ന ചരിത്രം ദാവീദിനെ സ്വയം ആടായിട്ട് ഇടയനായ കർത്താവിനെ എലിയ തനിക്ക് മുകളിൽ രാജാവായും കാണുക എന്ന് പറഞ്ഞാൽ ദാവീദ് ആടും, യഹോവയായ ദൈവം ഇടയനും. പ്രൈസ്. അപ്പം തന്റെ കയ്യിലിരിക്കുന്ന ആടുകൾക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കുവാൻ തയ്യാറായ ദാവീദിനെ പോലെ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ കാണാതെ പോയ പുറംജാതികളായിരിക്കുന്ന എന്നെ നിന്നെ വാങ്ങിയെടുക്കാൻ വേണ്ടി ആ അന്ധകാരത്തിൽ നമ്മളെ വിടുവിച്ച് ദൈവരാജ്യത്തിന് അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുത്തു യേശു. ദാവീദ് ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുത്തില്ല, ആ കരടിയും സിംഹത്തെ അടിച്ചു കൊന്നാൽ നമ്മുടെ കർത്താവ് ആടുകൾക്ക് വേണ്ടി ജീവനെ തന്നു. അവൻ കാൽവരിയിൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? പരമയാഗമായി മാറി. അവൻ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിച്ച് പുറംജാതി എന്നുള്ള പേര് മാറ്റി ഹല്ലേലൂയ ദൈവമകൻ ദൈവമകൾ എന്നുള്ള പദവിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുവാൻ ഹല്ലേലൂയ അവൻ ജീവൻ നൽകേണ്ടി വന്നു. പ്രൈസ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സഹോദര സഹോദരി, നിന്നെ വീണ്ടെടുത്ത വില എത്ര വലുതാണ്? നമ്മുടെ വീണ്ടെടുപ്പിന്റെ വില എത്ര വലുതാണ്? ഈ ലോകത്തിലുള്ള മുഴുവൻ വെള്ളിയും പൊന്നും തങ്കവും തൂക്കിക്കൊടുത്താലും, ഈ ലോക രാജ്യങ്ങളെല്ലാം നാണയങ്ങൾ കറൻസികൾ തൂക്കിക്കൊടുത്താലും ഹല്ലേലൂയ നമ്മുടെ വീണ്ടെടുപ്പിന്റെ വില ആകെയില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീണ്ടെടുപ്പിന്റെ വില എന്ന് പറയുന്ന ഇടയന്റെ ജീവൻ, ഇടയന്റെ രക്തമാണ്. അതിനോട് കൂട്ടി വിലമതിക്കുവാൻ ഈ ഉലകത്തിലൊന്നും ഇല്ലെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നവൻ ഹല്ലേലൂയ. അപ്പൊ ആടുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആടുകൾക്ക് വേണ്ടി കണ്ണതിനോടുകൂടി ഹല്ലേലൂയ സ്തോത്രം കരയുന്ന ഇടയൻ. ദാവീദ് തന്നെ ഒരാടായി കർത്താവിനെ ഒരു നല്ല ഇടയനായി ചിത്രീകരിക്കുന്നു. യേശു ക്രിസ്തുവും ഇത് ആനന്ദത്തോടുകൂടി അംഗീകരിച്ചുകൊണ്ട് ഞാൻ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നുവെന്ന് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാമത്തെ വാക്യത്തെ രേഖപ്പെടുത്തി. അത് നല്ല ഇടയനെന്ന് പറയുവാൻ ഈ ഉലകത്തിൽ യേശുവിന് മാത്രമേ കഴിയൂ. ഭൂമിയിൽ അനവധി ഇടയന്മാരുണ്ട്, എല്ലാം വ്യാജ സ്വഭാവമുള്ളവര്. കളവ് പറഞ്ഞും മോഷ്ടിച്ചും പിടിച്ചു പറിച്ചും അപഹരിച്ചും വ്യാജം കാണിച്ചും ജഡത്തിന്റെ ഇഷ്ടപ്രകാരം ജഡത്തിനനുസരിച്ച് ജീവിക്കുന്ന, ഈ ജഡത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പലതിനും വേണ്ടിയിട്ടും കണ്ണടയ്ക്കുന്ന, പലതിനും വേണ്ടെന്ന് വെക്കുന്ന, വിശുദ്ധിയെ മാറ്റിവെക്കുന്നവരാണ് ഇവിടുത്തെ പല ആളുകളും. പ്രൈസ് ദി ലോർഡ്. എന്നൊരു ഭക്തൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന് വേണ്ടി വേർതിരിക്കണം. യഹോവത്തിനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിയുന്ന സങ്കീർത്തൻ. നീ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നീ ലോകത്തെ അനുകരിക്കരുത്. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടാൽ പിന്നെ നീ കർത്താവിന് വേണ്ടി ആ വേർപാടിൽ തന്നെ നിൽക്കണം. വേർപാട് എന്ന് പറയുന്ന വാക്കുകൾക്ക് പോലും ഇന്നത്തെ ജനത്തിന് വില കൊടുക്കത്തില്ല. വേർപാട് എന്താണെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് എന്താണ് വേർപാടെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ.
വേർപാട് എന്തായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ആ വിശുദ്ധ ജീവിതം നയിച്ചേനെ. വേർപാട് നഷ്ടപ്പെട്ടു പോയിട്ട് വേർപാടാണെന്ന് പറഞ്ഞ് നടക്കുന്ന ചില ആളുകളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്നത് എൻ്റെ അഭിനയമല്ല ക്രൈസ്തവ ജീവിതം. ക്രൈസ്തവ ജീവിതം അനുഭവമാണ്. ലോകത്തിൽ നിന്ന് സകലവും വേറിട്ട് ലോകത്തെ നീക്കിവെച്ച് ലോകത്തിന്റെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് ഇവിടുത്തെ സുഖങ്ങളെയെല്ലാം മാറ്റിവെച്ചിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കണം. രക്തം ചെയ്യും. യേശുവില്ലാത്ത ജീവിതം വട്ടപൂജ്യമാണ്. യേശുവില്ലാത്ത ജീവിതം വട്ടപൂജ്യമാണ്. യേശുവിനെ കൂടാതെ എന്നെ കേൾക്കുന്ന ക്രൈസ്തവ വിശ്വാസികൾ പറയട്ടെ, യേശുവിനെ കൂടാതെ നിന്റെ ജീവിതത്തിൽ എന്തിന് നീ ഏറെ സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നോ അത് പിശാചിന് കൊടുക്കുന്നതിന് തുല്യമാണ്. ജീവിതത്തിന്റെ പ്രഥമ സ്ഥാനം യേശുവിന് കൊടുക്കണം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സ്നേഹിപ്പാൻ യേശുവിനെ മാത്രം. അല്ലാത്തത് എന്തിനെ നീ സ്നേഹിക്കുന്നോ അത് സാത്താനാണ്, സാത്താനാണ്, സാത്താനാണ്. നീ എന്തിനെല്ലാം വാനോളം പുകഴ്ത്തുന്നോ, എന്തിനെല്ലാം വാനോളം പുകഴ്ത്തി പറയുന്നോ അതെല്ലാം സാത്താന് പ്രസാദിക്കുന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ക്രൈസ്തവ വിശ്വാസത്തിൽ നിൽക്കുന്ന സകലരോടും വേർപെട്ട കൂട്ടങ്ങളോടും വേർപാടെന്ന് പറഞ്ഞ് നടക്കുന്നവരോടൊക്കെ പറയട്ടെ, നീ ദൈവത്തെ മാമോനെയും കൂടെ സേവിക്കരുത്. ഇരുതോടി നീ കാല് വെക്കരുത്. ദൈവത്തെ മാമോനെയും കൂടെ സേവിച്ച് ഇരുതോണിയിൽ കാല് വെച്ച് നീ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ഞാൻ വേർപാടുകാരനാണ്, വേർപാടുകാരിയാണെന്ന് മറ്റു മനുഷ്യരുടെ മുമ്പിൽ നീ കോലം കെട്ടുന്നുണ്ടെങ്കിൽ അവസാന ന്യായവിധി നീ തള്ളപ്പെട്ടു പോകും. പ്രൈസ് ലോർഡ്. കർത്താവ് നിന്നോട് ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ. അതുകൊണ്ട് മടങ്ങി വരണം. അല്ലെങ്കിൽ നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് നാം വായിച്ച ദൈവത്തിന്റെ ഭാഗത്തിൽ ഇടയൻ എന്താണ് ചെയ്തത്? തന്നോടുള്ള 99 ആടുകളെയും ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് 100 കാണാതെ പോയി. 100 കാണാതെ പോയപ്പോൾ 99 തൃപ്തി അടയുകയല്ല. പൈസ 99 മരുഭൂമിയിൽ വിട്ടു. അല്ലേ? ഇനി നമ്മളൊക്കെയാണ് ഇനി 99 കാണാതെ പോയി ഇനി 99 വിട്ടേച്ച് പോയാൽ അതിനി ഞാൻ മടങ്ങി വരുമ്പോൾ അതില്ലേ എന്ത് ചെയ്യും എന്നുള്ള ചിന്തയിൽ നമ്മൾ പരിഭ്രാന്തരായനെ. എന്നാൽ 99 യാതൊരു പരിഭ്രാന്തിയും കൂടാതെ അല്ലല്ല അതിനെക്കുറിച്ച് അവനെ ചിന്തിക്കാതെ കാണാതെ പോയ ഒന്നിനു വേണ്ടി കണ്ണുനീരോടുകൂടി അവൻ അന്വേഷിച്ചു പോകുന്ന ഒരു നല്ല ഇടയൻ. 99 യഹൂദന്മാർ അല്ലിയ മാറി നിൽക്കുമ്പോൾ 99 യഹൂദന്മാർ ഞങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠരെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അതിൽ കാണാതെ പോയ പുറംജാതിയായിരിക്കുന്ന എന്നെയും നിന്നെയും കനതിരോടുകൂടി തേടിയെത്തിയവനാണ് നമ്മുടെ കർത്താവ്. അവൻ നമ്മെ തോളിലേറ്റിക്കൊണ്ടുവന്നു. അവൻ നമ്മെ മാറോട് ചേർത്ത് പിടിച്ച സ്നേഹം നമുക്ക് പകർന്നു തന്നു. പ്രൈസ് ലോർഡ്. ആ സ്നേഹം ക്രൂശിലെ സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ ആഴത്തെ അളക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയില്ല. ആ സ്നേഹം എത്രയെന്ന് നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല. അവന്റെ ജീവനെ തന്നതാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നമ്മുടെ കർത്താവിനെ നമ്മൾ ഒരിക്കലും കൈവിട്ട് കളയരുത്. യേശുവിനെ മാറ്റി നിർത്തി നീ ഒന്നും ചെയ്യരുത്. യേശുവിനെ മാറ്റി നിർത്തി എന്ത് ചെയ്താലും അത് അപകടമാണ്. പ്രൈസ് ലോർഡ്. പലരും യേശുക്രിസ്തു ഇല്ലാത്തതാണ് പലരുടെയും ജീവിതം. ഹല്ലേലൂയ. അവർക്ക് യേശുവിനെ വേണ്ട പലതിനെ അവർക്ക് വേണം. അവർ പലതിനെയും ചുമന്നുകൊണ്ട് കെട്ടിച്ചമച്ചുകൊണ്ട് നടക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകലെന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ദൈവത്തിലേക്ക് മടങ്ങി വാ. നീ ദൈവത്തിലേക്ക് മടങ്ങി വന്ന് നീ കർത്താവിന് വേണ്ടി നിന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നിന്റെ കഷ്ടനഷ്ട വേദന ദുഃഖങ്ങളെയൊക്കെ മാറ്റിയിട്ട് നിന്റെ കുടുംബത്തിന്റെ പരാജയത്തെ എല്ലാം മാറ്റി നീ കടന്നു പോകുന്ന കെട്ടുകൾ, ബന്ധനങ്ങൾ, ശാപത്തിന്റെ, പാപത്തിന്റെ എല്ലാ കറകളിൽ നീക്കിയിട്ട് ഇന്ന് നിന്റെ കുടുംബം അധോഗതിയാണെങ്കിൽ നിന്റെ ആ കുടുംബത്തെ അധോഗതിയിൽ മാറ്റി പുരോഗതിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. എത്ര നാളുകളായി നിന്റെ കുടുംബം ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. നിന്റെ തലമുറ ബന്ധിക്കപ്പെട്ട് കിടക്കുകയല്ലേ? പൈശാചികമായ ശക്തികൾ, സാത്താന്യ ശക്തികൾ നിന്റെ കുടുംബത്തെ തകർത്തില്ലേ? നിന്റെ തലമുറയോട് വ്യാപരിക്കുന്ന ദുർഭൂത ശക്തികളില്ലേ? നിന്റെ തലമുറയെ നേരായ രീതി ജീവിക്കാൻ കഴിയാതെ, സുബോധത്തിൽ ജീവിക്കാൻ കഴിയാതെ പിശാചി ബന്ധിച്ചിരിക്കുകയല്ലേ? ഇന്നും നിനക്ക് മനസാന്തരമില്ലാതെ ഇന്നും ലോകപ്രകാരം നീ മുമ്പോട്ട് പോവുകയല്ലേ?
ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവും പിതാവും മടങ്ങി വന്ന് യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിന് മാത്രമേ നിന്റെ സുബോധത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. നിനക്ക് മാനസാന്തരത്തിന് വരുവാൻ യേശുവിന് മാത്രമേ കഴിയൂ. കാണാതെ പോയ ഒന്നിനെ വേണ്ടിയിട്ട് 99 മരുഭൂമിയിൽ വിട്ടിട്ട് കാണാതെ പോയി ഒന്നിനെ തേടിയെത്തിയ നമ്മുടെ കർത്താവ്. രോഗമാകട്ടെ, പാപമാകട്ടെ, ശാപമാകട്ടെ, വേദനമാകട്ടെ, കടക്കിണിയാകട്ടെ, നീ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ ഏതുമാകട്ടെ, ഈശാന മൂലം നിനക്ക് നേരെ ആഞ്ഞടിച്ചാലും കൊടുങ്കാറ്റുകൾ വന്ന് നിന്റെ ജീവിതമാകുന്ന തോണിയെ തകർക്കും തോന്നിയാലും, ഹല്ലേലൂയ, നീ മടങ്ങി ഗുരുവിന്റെ അരികിലേക്ക് വരുന്നെങ്കിൽ, ഹല്ലേലൂയ, ഗുരു നിന്നെ ചേർത്ത് പിടിക്കും. ഏത് ഗുരു? കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി അർപ്പിച്ചു കൊടുക്കണം. ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കും. ജീവിതം കർത്താവായിരിക്കണം. ഹല്ലേലൂയ. ഇപ്പൊ കാണാതെ പോയ ആട്. ഹല്ലേലൂയ. ഇവിടെ മരുഭൂമി എന്ന് ഇവിടെ പറയുന്നത് വെറും ഹല്ലേലൂയ മണലാരണ്യമല്ല, അധികം ജനവാസമില്ലാത്ത കുറ്റിച്ചെടികൾ മാത്രമുള്ള ഒരു ദേശമാണ് മരുഭൂമി എന്ന് പറയുന്നത്. വെറും മണലാരണ്യമല്ല, ജനവാസം അധികമില്ല. അവിടെ ഇവിടെയൊക്കെ എങ്ങുമെങ്കിലൊക്കെ ഒരു വീടുകളുണ്ടാകും. പിന്നെ വലിയ കുറ്റിച്ചെടികളാണ്. ഈ കുറ്റിച്ചെടികൾക്കകത്ത് ആടുകൾ എവിടെയെങ്കിലും പതുങ്ങിയിരുന്നാൽ, കുറ്റിച്ചെടികൾക്ക് എവിടെയെങ്കിലും മറവിന് ആട് നിന്നുപോയാൽ ഇടയന് കണ്ടെത്താൻ കഴിയില്ല. ഹല്ലേലൂയ. അങ്ങനെ കുറ്റിച്ചെടികൾ കൊണ്ട് നിറയപ്പെട്ട് നിൽക്കുന്ന മണലാരണ്യത്തിലൂടെ യേശു കടന്നു ചെല്ലുമ്പോൾ സകലവും നഗ്നവും മറന്നും അവന്റെ കണ്ണിന് വെളിപ്പെട്ട് നിൽക്കുമ്പോൾ അവന് മറഞ്ഞിരിക്കുന്ന സൃഷ്ടിയും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഇടയന്റെ കണ്ണുകളിൽ കാണാതെ പോയി ആടിനെ കണ്ടെത്തുകയാണ്. കണ്ണുനീരോടെ കരഞ്ഞുകൊണ്ട് വന്ന ഇടയൻ കാണാതെ പോയി ആടിനെ കിട്ടിയപ്പോൾ സന്തോഷത്തോടി ചെന്ന് ആടിനെ തന്റെ 2 കൈകൾ കൊണ്ടും വാരിയെടുത്ത് മാറോട് ചേർത്ത് ആടിനെ പരിപാലിച്ചു കൊണ്ടുപോരുകയാണ്. എന്ത് സ്നേഹമാണ് കർത്താവ് കാണിച്ചതല്ലേ. അത് നീ കാണാതെ പോയതായിരുന്നു, നീ നഷ്ടപ്പെട്ടു പോയതാ. ഹല്ലേലൂയ. ഇന്നും നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ മക്കൾ നഷ്ടപ്പെട്ട് കിടക്കില്ല. മദ്യത്തിനും മയക്കുമരുന്നിനും പാൻപസാരകൾക്കും വിവിധ ദുർഭൂത ബന്ധനങ്ങൾക്ക് ദുർഭൂത ശക്തികൾ നിന്റെ മക്കളുടെ സുബോധത്തെ കെടുത്തിക്കളഞ്ഞ് നിന്റെ മക്കളെ നശിപ്പിച്ച് നിന്റെ ഭർത്താവിന്റെ ഭാര്യ നിന്റെ ജീവിതത്തെ തന്നെ തകർത്തിരിക്കുകയല്ലേ. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം പറയുന്നത് നിനക്കൊരു മടങ്ങി വരവ് ദൈവം തരുന്നുണ്ട്. ആ മടങ്ങി വരവ് നീ അനുസരിച്ച് ദൈവത്തിന്റെ വചനം വിശ്വസിച്ച് യേശുവിന് വേണ്ടി നീ എന്നെ ഒന്ന് വിട്ടുകൊടുക്കുന്നെങ്കിൽ കർത്താവിന്റെ ജീവിതത്തെ പണിതെടുക്കും കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന് പറയുന്നത്, ഹല്ലേലൂയ, ഇടയൻ തന്നോടുകൂടെയുള്ള 99 ആടുകളെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് കാണാതെ പോയി ആടിനെ അന്വേഷിച്ച് അതിനെ പേർ ചൊല്ലി വിളിച്ച് അവസാനം കണ്ടുപിടിച്ചു എന്ന് യേശു പറയുക. അതുകൊണ്ടാണ് യോഹന്നാൻ 10:27 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയും, അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ആടുകൾ എപ്പോഴും ദൈവത്തിന്റെ ശബ്ദം കേട്ട്, ഹല്ലേലൂയ, നാം ദൈവത്തെ അറിഞ്ഞ് നമ്മൾ ദൈവത്തെ വേണം അനുഗമിക്കുക. കൂട്ടുകാരല്ല ഇവിടെ പ്രശ്നം, ഫ്രണ്ട്സ് അല്ല. ഫ്രണ്ട്സിനെ അല്ല അനുഗമിക്കേണ്ടത്, ലോകത്തെ അല്ല അനുഗമിക്കേണ്ടത്, കർത്താവിനെ അനുഗമിക്കണം. ഹല്ലേലൂയ. കാണാതെ പോയി ആടിനെ കണ്ടുപിടിച്ച് ഇടയൻ അതിനെ നടത്തിക്കൊണ്ട് വന്നില്ല, തന്റെ തോളിൽ ചുമന്നുകൊണ്ട് സന്തോഷത്തോടു കൂടി വന്നു. കാണാതെ പോയി ആടിനെ പിന്നെ നടത്തിക്കൊണ്ട് വടിയൊക്കെ എടുത്ത് അടിച്ച് പോവാടെ എന്ന് പറഞ്ഞു വരും. നമ്മളൊക്കെ കൊണ്ടിരുന്നവരല്ല, അതിനെ തോളിലേറ്റി അല്ലെങ്കിൽ സന്തോഷത്തോടെ കൊണ്ടുവന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസിദാസൻ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അല്ലെങ്കിൽ നിങ്ങൾ യേശുവിന്റെ തോളിൽ ഇരുന്ന്, അല്ലെങ്കിൽ സ്തോത്രം, തോളിലേറ്റി നിങ്ങളെ കൊണ്ടുവന്ന് നിത്യതയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ ദൈവരാജ്യത്തിന് അനുഭവം കൊണ്ട് ദൈവം ആഗ്രഹിക്കുക. അപ്പൊ നിങ്ങൾ യേശുവിന്റെ തോളിന്മേൽ ഇരിക്കുന്നു എന്ന് പറയാൻ, ക്രൂശ് ചുമന്ന ക്രിസ്തുവിന്റെ തോളിൽ നിങ്ങൾക്കൊരു സ്ഥലമുണ്ട്. അതില് കാണാതെ പോയി ആടിനെയാണ് കർത്താവ് തോളിലേറ്റിക്കൊണ്ടുവന്നത്. ആ തോളിൽ തന്നെയാണ് യേശു നമുക്ക് വേണ്ടി നമ്മുടെ പാപഭാരം നിറയപ്പെട്ട ക്രൂശും ഏറ്റെടുത്തത്. അതുകൊണ്ട് അവന്റെ തോളിൽ നമുക്കൊരിടമുണ്ട്. നീ ഇന്ന് ആരുടെ തോളിലായിരിക്കുന്ന? സാത്താന്റെ തോളിലോ, ലോകത്തിന്റെ തോളിലോ, ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ മതങ്ങളുടെയോ തോളിൽ? ആരുടെ തോളിലാണ് ഇരിക്കുന്നത്? കാണാതെ പോയ ആട് യേശുവിന്റെ തോളിലാണ്. ആ പാപഭാരമേറിയ കുരിശും യേശുവിന്റെ തോളിലാണ്. നിന്റെ സ്ഥാനം ഇന്ന് എവിടാണ്? നീ എവിടാണ് ഇരിക്കുന്നത്? സഹോദര സഹോദരി, നീ എവിടെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്?
നീ ആരുടെ തോളിലാണ് ഇരിക്കുന്നത്? നീ സാത്താന്റെ തോളിലാണോ? ഇവിടുത്തെ മദ്യപാനികളുടെ വെറുക്കൂത്തുകാരൻ തുറന്നെടുപ്പുകാരുടെ ഇവിടുത്തെ ചൂതാട്ടക്കാരുടെ ജനിക്ക് വ്യഭിചാര പരസംഗത്തിൽ ജീവിക്കുന്ന മദ്യത്തിനും മയക്കും ലഹരിക്ക് അടിപ്പെട്ട് കിടക്കുന്ന ഇവിടുത്തെ കള്ളുഷാപ്പുകാരുടെയും ബീവറേജുകാരുടെയും ബാർ ഉടമകളുടെയും തോളിലാണോ നീ ഇരിക്കുന്നത്? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നീ മടങ്ങി വരണം. മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് നിനക്ക് വേണ്ടി ഭാരമേറിയ കുരിശ് ചുമന്നവൻ, നിനക്ക് വേണ്ടി ഭാരമേറിയ കുരിശ് തോളിലേറ്റിയവന്റെ തോളിൽ നിനക്കൊരു ഇടമുണ്ടോ എന്ന് നീ തിരിച്ചറിയണം. ലോകത്തിൽ നീ ജീവിച്ചാലും ക്രിസ്തുവിന്റെ തോളിൽ ഇടം നിനക്കുണ്ടെന്നറിഞ്ഞ്, കാണാതെ പോയി ആടിനെ ചുമന്ന തോളിൽ നീ ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് ആ തോളിൽ നിനക്കൊരു അഭയം പ്രാപിക്കാൻ കഴിയുന്നെങ്കിൽ ഹല്ലേലൂയ, ദൈവം നിന്നെ കൈവിട്ട് കളയില്ല. നീ ആരുടെ തോളിൽ? ഫ്രൈസലവും ഹല്ലേലൂയ. നീ ഇവിടുത്തെ മതത്തിന്റെ തോളിലാണോ ഇരിക്കുന്നത്? നീ ഇവിടുത്തെ പാരമ്പര്യത്തിന്റെ തോളിലാണോ ഇരിക്കുന്നത്? അതോ നിന്റെ ജ്ഞാനത്തിന്റെ തോളിൽ, നിന്റെ സ്വാർത്ഥത്തിന്റെ തോളിലാണോ ഇരിക്കുന്നത്? ജ്ഞാനം എന്നുള്ള ഭാവത്തിന്റെ തോളാണോ നിനക്കുള്ളത്? ഹല്ലേലൂയ. നീ ആരുടെ തോളിൽ? ഹല്ലേലൂയ. യേശു ഒരു ചോദ്യം നിന്നോട് ചോദിക്കുക, നീ ആരുടെ തോളിലാണ്? ഇന്ന് പകൽ നിനക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയുമോ? തന്റെ ഇടത്തോടെ പറയാൻ കഴിയുമോ? എനിക്ക് വേണ്ടി ഭാരമേറിയ പാപത്തിന്റെ കുരിശ് ചുമന്ന, പാപം വേറിയ കുരിശ് ചുമന്ന യേശുവിന്റെ തോളിൽ എനിക്ക് ഇടമുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഞാൻ ആ തോളിലാണെന്ന് പറയുവാൻ നിനക്ക് പറയുവാൻ കഴിയുമോ? സഹോദര സഹോദരി, രക്തം ചെയ്യും. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ട് സകല ജനത്തെയും കാണാതെ പോയ ഒരാടിന് വേണ്ടി തെരഞ്ഞുപോയി അന്വേഷിച്ച് അതിനെ തോളിലേറ്റി കൊണ്ടുവന്ന ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പാപഭാരം മേറിയ ക്രൂശിച്ചുള്ള തോളിൽ ഞങ്ങൾ ഉണ്ടെന്നുള്ള ആ ഉറപ്പ് പ്രാപിച്ചുകൊണ്ട് ഞങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തെ മുന്നോട്ട് നയിപ്പാട്ടിയാകണം. പലരും എവിടെയാണെന്ന് അറിയാതെ സാത്താന്റെ തോളിലേറി യാത്രയിൽ നിത്യനരകത്തിലേക്ക് പോകുമ്പോൾ കർത്താവേ, ഞങ്ങളെ അവിടുത്തെ വിടിവിച്ച് അവിടുത്തെ തോളിൽ ഇരുന്നു കൊണ്ട് ആ തോളിൽ ഞങ്ങൾ ഉണ്ടെന്ന്, ആ തോളിൽ ഞങ്ങൾക്കൊരു സ്ഥാനമുണ്ടെന്നറിഞ്ഞ് അങ്ങേ അനുഗമിപ്പാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ പൂർണ്ണമായി ഏൽപ്പിക്കുകയാണ്. അവിടുത്തെ മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.